ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നാർക്കോസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിന്റെ ആദ്യത്തെ എപ്പിസോഡ് വീഡിയോ ആണ്. ഈ സീരീസിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊളംബിയൻ ആർമിയിലെ സോൾജേഴ്സ് എല്ലാം പാബ്ലോയെ അന്വേഷിച്ചുകൊണ്ട് ആ ജയിലിന്റെ സൈഡിലുള്ള കാടുകളിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ സമയം പാബ്ലോ അവരുടെ മുമ്പിലേക്ക് വരുന്നുണ്ടെങ്കിലും അവരാരും തന്നെ ഒരക്ഷരം പോലും മിണ്ടാതെ പാബ്ലോ അതിലൂടെ കടന്നു പോകുന്നത് വരെ ഒന്നും ചെയ്യാതെ മിണ്ടാതെ നിൽക്കുന്നു. ഇതിൽ നിന്നും തന്നെ പാബ്ലോയെ ആ നാട്ടിലുള്ളവർ എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്ന കാര്യമെല്ലാം മനസ്സിലാക്കാം. അവിടെ കട്ട് ചെയ്ത് സ്റ്റീവിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ സ്റ്റീവിന്റെ വൈഫായിട്ടുള്ള കോണി ഇനി നമ്മൾ ഇവിടെ താമസിക്കുന്നത് സേഫ് അല്ലെന്നും അതുകൊണ്ട് നമുക്ക് ഒലിവിയെ കൂട്ടിക്കൊണ്ട് തിരിച്ച് US പോകാമെന്ന് സ്റ്റീവിന്റെ അടുത്ത് പറയുന്നു. എന്നാൽ സ്റ്റീവ് ആവട്ടെ കോണിയെ ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയെല്ലാം നോക്കുന്നുണ്ടെങ്കിലും ഇവരുടെ സംസാരത്തിനിടയിൽ ജാവിയറിൽ നിന്നും കോൾ വന്നതും ജാവിയർ സ്റ്റീവിന്റെ അടുത്ത് പാബ്ലോ രക്ഷപ്പെട്ടു പോയ കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ടതും സ്റ്റീവിന് വളരെയധികം സന്തോഷമാവുന്നുണ്ടെങ്കിലും കോണിക്കാവട്ടെ ഇതറിഞ്ഞ ഉടനെ അവളുടെ ടെൻഷനെല്ലാം വീണ്ടും കൂടുന്നു. തന്റെ പട്ടാളക്കാരെല്ലാം നോക്കി നിൽക്കെ പാബ്ലോ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയ കാര്യം അറിഞ്ഞതും പ്രസിഡന്റിന് ഇത് വളരെ നാണക്കേടെല്ലാം ഉണ്ടാക്കുന്നു. സാർ വേഗം തന്നെ തന്റെ ബാക്കി ഓഫീഷ്യൽസിനെ എല്ലാം വിളിച്ചു വരുത്തിയ ശേഷം അവരുടെ അടുത്ത് പാബ്ലോ എവിടേക്കാണ് പോകാൻ സാധ്യത എന്ന് ചോദിക്കുന്നു. ഈ സമയം അവർ പാബ്ലോ കൂടുതലും മെഡലിനിലേക്കാണ് പോകാൻ വേണ്ടി സാധ്യത എന്നും അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഓരോ ജംഗ്ഷനിലും ചെക്ക് പോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് കാറുകളും അവിടുത്തെ വീടുകളെല്ലാം ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ പാബ്ലോയ്ക്ക് പുറത്തു വരാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ലെന്ന് പറയുന്നു. ഷസാർ ചർച്ചയെല്ലാം കഴിഞ്ഞതും തന്റെ അസിസ്റ്റന്റിനെ ഫോൺ ചെയ്ത് അവനെ പാബ്ലോയുടെ അടുത്തേക്ക് വിട്ടതിന് സോറി എല്ലാം പറയുന്നു. ഷസാറിന് തന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം തന്റെ അസിസ്റ്റന്റിനെ ആയതുകൊണ്ട് ഷസാർ അവന്റെ അടുത്ത് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ വേണ്ടിയെല്ലാം പറയുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ ഫാമിലിയെ കാണാൻ ചെല്ലുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ വേൾഡിലുള്ള എല്ലാ ന്യൂസ് ചാനലിലും പാബ്ലോ രക്ഷപ്പെട്ട കാര്യം ഹെഡ്ലൈനായി തന്നെ വരുന്നു. അതുകൊണ്ട് തന്നെ ഷസാറിന് പാബ്ലോയെ പിടിക്കാൻ വേണ്ടി പ്രഷറെല്ലാം കൂടുന്നു. പ്രസിഡന്റ് പാബ്ലോയെ പിടിക്കാൻ വേണ്ടി പിൻസോ എന്ന കമാൻഡറെ അപ്പോയിന്റ് ചെയ്ത ശേഷം അയാളുടെ അടുത്ത് കൊളംബിയയിലെ ഓരോ റോഡുകളും ചെക്ക് ചെയ്യാനായി പറയുന്നു. ഇതേ സമയം തന്നെ സ്റ്റീവും ജാവിയറും കൂടി പാബ്ലോ താമസിച്ചിരുന്ന ജയിലെല്ലാം ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ ഈ സമയം അവിടെ സെർച്ച് എല്ലാം നടത്തിക്കൊണ്ടിരുന്ന പിൻസോയുടെ ആൾക്കാർ പോലീസുകാരുടെ എല്ലാം ഇൻസ്പെക്ഷൻ കഴിഞ്ഞതിനു ശേഷം അവരെ കടത്തിവിടാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനായി പറയുന്നു. അവിടെ കട്ട് ചെയ്ത് തന്റെ ആൾക്കാരുടെ കൂടെ ഇരിക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. പാബ്ലോ തന്റെ ആൾക്കാരുടെ അടുത്ത് പോലീസുകാർ ഇപ്പോൾ ജയിലെല്ലാം ഇൻസ്പെക്ട് ചെയ്യുന്ന സമയം അവർക്ക് നമ്മുടെ ലാബുകളുടെ എല്ലാം അഡ്രസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നും കൂടാതെ നമ്മൾ എവിടേക്കാണ് പൈസ കുഴിച്ചിട്ടിരിക്കുന്നത് എന്ന കാര്യം കൂടി അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം പരിശോധിച്ചതിൽ നിന്നും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ലാബുകളും പൈസയും എല്ലാം ആ സ്ഥലങ്ങളിൽ നിന്നും മാറ്റാനായി പറയുന്നു. കൂടാതെ പാബ്ലോ തനിക്ക് ഇവിടെ അടച്ചുമൂടിയിരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും തനിക്ക് പുറത്തു പോകാനായി വിശ്വസിക്കാൻ പറ്റുന്ന എന്നാൽ പോലീസുകാർക്ക് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ ഒരു ടാക്സി ഡ്രൈവറെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ഈ സമയം മോട്ടത്തലയൻ പുറത്ത് പോലീസ് ഭയങ്കര ചെക്കിംഗ് ആണെന്നും അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് സേഫ് അല്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും പാബ്ലോ താൻ മെഡലിൻ കാർട്ടലിലെ തലവനാണെന്നും അതുകൊണ്ട് താൻ ഒരിക്കലും ഒരു എലിയെ പോലെ ഓടി ഒളിക്കില്ലെന്ന് അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞ സീസണിൽ പാബ്ലോ കൊന്നിട്ടുള്ള ഗീക്കോയുടെ വൈഫായിട്ടുള്ള ജൂഡിനെയാണ് കാണിക്കുന്നത്. പാബ്ലോ തന്റെ ഭർത്താവിനെ കൊന്നതോടെ ജൂഡി മെഡലിൻ കാർട്ടലായിട്ടുള്ള ഡീലിംഗെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ സഹോദരനായിട്ടുള്ള ഹൈമയുടെ കൂടെ മെഡലിൻ കാർട്ടലിലെ ശത്രുക്കളെല്ലാം തേടി പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ മാത്രം ഡീലിംഗ് എല്ലാം നടത്തുന്നു. ജൂഡിയെയും ഹൈമയെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ബോഡി ഗാർഡിന്റെ പേരാണ് ബർണ. ഇവരെ പോലെ തന്നെ മെഡലിൻ കാർട്ടലുമായി ചേരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ബ്രിസ്കോ ബ്രദേഴ്സ്. ബ്രിസ്കോയെ പോലെ ഇതുവരെയും പാബ്ലോയുടെ മെഡലിൻ കാർട്ടലുമായി ഡീലൊന്നും സൈൻ ചെയ്യാത്ത മറ്റൊരു ടീമാണ് ഗയാൻ. ഗയാനെ പറ്റി നോക്കുകയാണെങ്കിൽ കൊളംബിയയിലെ നാഷണൽ ടീം പ്ലെയർ ഒരു ഓൺ ഗോളെല്ലാം അടിച്ചതിന്റെ പേരിൽ അയാളെ വെടിവെച്ച് കൊന്നതോടെയാണ് അവർ ന്യൂസിലെല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി തുടങ്ങിയത്. ജൂഡി പാബ്ലോയുടെ നാശം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് അവൾ ഹൈമയുടെ അടുത്ത് നമുക്ക് ഇതിൽ ആരെങ്കിലും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് പാബ്ലോയെ നിലം പരിച്ചാക്കാനുള്ള വഴിയെല്ലാം നോക്കാമെന്ന് പറയുന്നു. എന്നാൽ ഈ സമയം അവരുടെ ബോഡി ഗാർഡായിട്ടുള്ള ബർണർ പാബ്ലോയുടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുന്നത് വരെ ഇവരുടെ ലാബുകളെല്ലാം ക്ലോസ് ചെയ്ത് വെക്കാമെന്ന് പറയുന്നു. എന്നാൽ ഹൈമി അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നും പാബ്ലോ ഇപ്പോൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് അവനിപ്പോൾ പോലീസിനെ പേടിച്ച് പുറത്തു പോലും ഇറങ്ങാറില്ലെന്ന്
തന്റെ ബോഡി ഗാർഡിന്റെ അടുത്ത് പറയുന്നു. കൂടാതെ താൻ ഇന്നലെ ബ്രിസ്കോ ബ്രദേഴ്സിന്റെ മൂത്ത സഹോദരനായിട്ടുള്ള റിച്ചാർഡുമായി ഒരു ഫോൺ കോളെല്ലാം നടത്തിയിരുന്നുവെന്നും അതിൽ റിച്ചാർഡ് പാബ്ലോയെ തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇനി പാബ്ലോയെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നു. അവിടെ കക്ഷി ഇത് റിച്ചാർഡ്സിനെയാണ് കാണിക്കുന്നത്. ഈ സമയം റിച്ചാർഡ്സിന് പാബ്ലോയിൽ നിന്നും ഒരു കോൾ വന്നതും അവൻ ഹൈമിയോട് പറയാതെ നേരെ പാബ്ലോയുടെ പക്ഷത്തേക്ക് ചാടുന്നു. അവിടെ കക്ഷി ഇത് പാബ്ലോയുടെ ജോലിക്കാരനായിട്ടുള്ള ലക്കീനെയാണ് കാണിക്കുന്നത്. അവൻ പാബ്ലോ പറഞ്ഞ പ്രകാരം തന്റെ ടാക്സി ഡ്രൈവറായിട്ടുള്ള സുഹൃത്തിനെ ചെന്ന് കണ്ടുകൊണ്ട് പാബ്ലോക്ക് ടൗണിലൂടെ എല്ലാം കറങ്ങാൻ വേണ്ടി ഒരു ടാക്സി വേണം എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ടാക്സി ഡ്രൈവർ റോഡ് മുഴുവൻ ചെക്കിംഗ് ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് ആയിരിക്കില്ലെന്നും അതുകൊണ്ട് പോലീസുകാർക്ക് സംശയം തോന്നാത്ത രീതിയിൽ താൻ ഒരു പെൺകുട്ടിയെ കൂടെ കാറിൽ ഇരുത്താമെന്ന് പറയുന്നു. അതിനായി ഡ്രൈവർ മാർക്കറ്റിലുള്ള തന്റെ ഫ്രണ്ടിനെ ചെന്ന് കണ്ടുകൊണ്ട് ഒരുപാടധികം പൈസ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് അവളെ ഒരുവിധം ഇതിനായി കൺവിൻസ് ചെയ്തെടുക്കുന്നു. എന്നാൽ ഇവരുടെ ഈ സംസാരമെല്ലാം അവിടെ സ്ട്രീറ്റിലുണ്ടായിരുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കാണാൻ വേണ്ടി ഇടയാവുന്നു. അവിടെ കച്ചിത് ലക്കി ടാക്സി ഡ്രൈവർക്ക് പാബ്ലോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ പാബ്ലോയെ ആരും ട്രേസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ടാക്സി ഡ്രൈവറുടെ കൂടെ വന്ന പെൺകുട്ടിയുടെ കണ്ണെല്ലാം കെട്ടിയ ശേഷം പാബ്ലോ ആ കാറിന്റെ ഡിക്കിയിൽ ചെന്ന് കയറുന്നു. ടാക്സി ഡ്രൈവറുടെ ആ ഫ്രണ്ടായിട്ടുള്ള പെൺകുട്ടിയുടെ പേരാണ് മെറീറ്റ. ടാക്സി ഡ്രൈവർ മെറീറ്റയെ ടൗണെല്ലാം ചുറ്റിക്കാണിക്കുന്ന രീതിയിൽ പാബ്ലോ പറയുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം അവനെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിയിൽ പോലീസ് ചെക്കിങ്ങിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി അവർ കൊച്ചുകുട്ടികളുടെ കയ്യിലെല്ലാം സാറ്റലൈറ്റ് ഫോണുകൾ കൊടുത്ത ശേഷം അവരുടെ അടുത്ത് പോലീസ് എവിടെയൊക്കെയുണ്ട് എന്ന കാര്യമെല്ലാം ആ ഫോണിലൂടെ ടാക്സി ഡ്രൈവറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായി പറയുന്നു. അവിടെ കക്ഷിത് സ്ലം ഏരിയയിലുള്ള തന്റെ ഡിസ്ട്രിബ്യൂട്ടറെ കാണാൻ ചെന്നിരിക്കുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ പാബ്ലോയുടെ അടുത്ത് ഗീക്കോയും ഗലിയാനും എല്ലാം മരിച്ച ശേഷം അവർക്ക് കിട്ടുന്ന കളക്ഷൻ എല്ലാം വളരെ കുറവാണെന്ന് പാബ്ലോയുടെ അടുത്ത് പരാതിയെല്ലാം പറയുന്നു. ഇത് കേട്ടതും പാബ്ലോ എല്ലാ കാര്യങ്ങളും താൻ റെഡിയാക്കിക്കോളാമെന്ന് പറഞ്ഞ ശേഷം അവിടെ ഉണ്ടായിരുന്ന പൈസയെല്ലാം ബാഗിൽ നിറച്ചുകൊണ്ട് അതുമായി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ഈ സമയം അവിടെയുള്ള ആൾക്കാരെല്ലാം പാബ്ലോയെ കണ്ടതും അവർ അവനെ ഒരു നായകനെ കാണുന്ന പോലെ അവരെല്ലാം നേരെ പാബ്ലോയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ടത് പാബ്ലോ തന്റെ ബാഗിലുണ്ടായിരുന്ന പൈസയിൽ നിന്നും കുറച്ച് പൈസയെല്ലാം ആ സ്ലമ്മിലുള്ള ആൾക്കാർക്കും വീതിച്ചെല്ലാം കൊടുക്കുന്നു. ഈ ഒരു സമയത്താണ് മെറീറ്റയ്ക്ക് തന്റെ കൂടെ ടാക്സിയിൽ വരുന്നത് പാബ്ലോ ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവിടെ കണ്ടിത് പാബ്ലോയെ പിടിക്കാൻ വേണ്ടി പിൻചോന്റെ കൂടെ അവരുടെ ടീമിൽ ജോയിൻ ചെയ്ത സ്റ്റീവിനെയും ജേവറിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം നേരത്തെ ലക്കിയെയും ടാക്സി ഡ്രൈവറെല്ലാം നോട്ടീസ് ചെയ്തിട്ടുള്ള ആ പ്രോസ്റ്റിറ്റ്യൂട്ട് താൻ രാവിലെ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നു. ഇത് കേട്ടതും ജാവിയർ നേരെ സ്റ്റീവിനെയും കൂട്ടിക്കൊണ്ട് നേരെ പിൻചോന്റെ അടുത്ത് ചെന്ന് ഈ കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നു. എന്നാൽ ആദ്യമൊന്നും പിൻചോ ഇവർ പറയുന്നത് വിശ്വസിക്കാൻ വേണ്ടി കൂട്ടാക്കുന്നില്ലെങ്കിലും ജാവിയറിന്റെ നിർബന്ധം കാരണം അവസാനം ഒരു ഫോഴ്സിനെ കൂട്ടിക്കൊണ്ട് അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടത്തിക്കോളാൻ വേണ്ടി പറയുന്നു. അവിടെ കച്ചിത് ലാബെല്ലാം തുറന്നു വച്ചതിന് ഹൈമിയെ ചീത്ത പറയുന്ന അവന്റെ ബോഡി ഗാർഡിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം ഹൈമി ബ്രിസ്കോ ബ്രദേഴ്സ് നമുക്ക് വേണ്ട പ്രൊട്ടക്ഷൻ എല്ലാം നൽകുമെന്നും കൂടാതെ അവരുടെ ആൾക്കാരെ ഇവിടേക്ക് അയക്കാൻ വേണ്ടി താൻ ലാബിന്റെ അഡ്രസ് കൂടി റിച്ചാർഡിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ബോഡി ഗാർഡിന്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ടതും ബോഡി ഗാർഡ് അവന്റെ അടുത്ത് അവിടെ നിന്നും വേഗം തന്നെ തിരിച്ചു വരാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഈ ഫോൺ കോളുടെ ഇടയിൽ വെച്ച് തന്നെ ആ ലാബിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാരെ എല്ലാം വെടിവെച്ചുകൊണ്ട് ബ്രിസ്കോ ബ്രദേഴ്സ് നേരെ ലാബിന്റെ അകത്തേക്ക് വരുന്നു. ഈ സമയം ഹൈമി പാബ്ലോ ഇപ്പോൾ വീക്കാണെന്നും നമ്മളിപ്പോൾ ഒന്നിച്ചാൽ കൊളംബിയൻ മാർക്കറ്റ് മുഴുവൻ നമ്മുടെ കൺട്രോളിലായിരിക്കുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അവന്റെ ഈ സംസാരത്തിനിടയിൽ വെച്ച് തന്നെ പാബ്ലോ ഒരു തോക്കുമായി നേരെ ആ ലാബിലേക്ക് കയറി വരുന്നു. പാബ്ലോ ഹൈമിയുടെ ചെവിയിൽ നിന്നും ഫോണെല്ലാം എടുത്ത ശേഷം അവന്റെ ബോഡി ഗാർഡിന്റെ അടുത്തത് താൻ നിന്നെയാണ് തേടി വരുന്നത് എന്ന് പറഞ്ഞ ശേഷം ഹൈമിയുടെ തലയ്ക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. കുറച്ചു കഴിഞ്ഞതും ജൂഡി പാബ്ലോ തന്റെ അനിയനെ കൊന്ന കാര്യമെല്ലാം പറഞ്ഞതും അവൾക്ക് അവളുടെ ദേഷ്യമെല്ലാം അടക്കാനാവാതെ വരുന്നു. അവിടെ കട്ട് ചെയ്ത് ഓഫീസിൽ വെച്ച് ആ പ്രോസ്റ്റർ പറഞ്ഞ സ്ഥലത്തിന്റെ റോഡ് മാപ്പ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്ന സ്റ്റീവിനെയും ജാവിയറിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം കോണി സ്റ്റീവിനെ കോൾ ചെയ്ത ശേഷം താൻ തിരിച്ച് യുഎസിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ടത് സ്റ്റീവ് നമുക്ക് സംസാരിച്ച് പരിഹാരത്തിലെത്തിക്കാം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കോണി ഫോണെല്ലാം കട്ട് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. സ്റ്റീവിന് കോണിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് അവൻ ലക്കിയെ പിടിക്കേണ്ട ജോലിയെല്ലാം ജാവിയറിനെ ഏൽപ്പിച്ച ശേഷം കാറുമെടുത്ത് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. എന്നാൽ സ്റ്റീവിന്റെ കഷ്ടകാലത്തിന് അവൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ കോണി കയറിയ ഫ്ലൈറ്റ് എല്ലാം അവിടെ നിന്നും ടേക്ക് ഓഫ് ചെയ്ത് പോകുന്നു. ഈ ഒരു വിഷമത്തിൽ സ്റ്റീവ് നേരെ വാഷ്റൂമിൽ ചെന്ന് വിഷമിച്ച് നിൽക്കുന്ന സമയം
രണ്ടുപേർ അവിടെ വെച്ച് മയക്കുമരുന്നെല്ലാം യൂസ് ചെയ്യുന്നത് കണ്ടതും ഇത് കണ്ട് കൺട്രോൾ പോയ സ്റ്റീവ് അവരുടെ മൂക്കിന്റെ പാലം തകർന്ന് വരികടിക്കുന്നു. അവിടെ കച്ചിത് ടാക്സി ഡ്രൈവർ തന്നോട് പറഞ്ഞ പ്രകാരം തന്നെ പാബ്ലോയെ രാവിലെ പിക്ക് ചെയ്ത വീട്ടിൽ തന്നെ കൊണ്ടുപോയാക്കുന്നു. അവൻ തന്റെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് അവിടെ നിന്നും പോരാൻ നേരം ലക്കിയും ടാക്സി ഡ്രൈവറിന്റെ അടുത്ത് തനിക്ക് അവിടുത്തെ കുറച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ എല്ലാം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ടാക്സിയിലേക്ക് കയറുന്നു. സ്ഥലം എത്തിയതും മറീറ്റ തനിക്ക് കിട്ടാനുള്ള പൈസ എല്ലാം മേടിച്ച് അവിടെ നിന്ന് പോയതും ലക്കി ടാക്സി ഡ്രൈവറിന്റെ അടുത്ത് യാത്ര പറഞ്ഞുകൊണ്ട് നേരെ അവിടെയുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ഈ സമയം ജാവിയർ അവിടേക്ക് വരുന്ന കാര്യമെല്ലാം മിററിലൂടെ കണ്ട ടാക്സി ഡ്രൈവർ വേഗം ചെന്ന് ഈ കാര്യമെല്ലാം ലക്കിയുടെ അടുത്ത് പറയുന്നു. ജാവിയർ അവരെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് അവരെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതേ സമയം തന്റെ ലോയറിന്റെ അടുത്ത് പ്രസിഡന്റിന്റെ കൂടെ ഒരു സമാധാനത്തിന് വേണ്ടി ചർച്ചയെല്ലാം നടത്താൻ പറയുന്ന പാബ്ലോനെയാണ് കാണിക്കുന്നത്. ലോയർ പാബ്ലോ പറഞ്ഞത് പ്രകാരം പ്രസിഡന്റ് ഓഫീസിലേക്ക് വിളിച്ചതും ഫോൺ അറ്റൻഡ് ചെയ്ത പ്രസിഡന്റ് അസിസ്റ്റന്റ് ആളുടെ അടുത്ത് TV വെച്ച് നോക്കാൻ വേണ്ടി പറയുന്നു. ഇത് കേട്ട് പാബ്ലോ TV വെച്ച് നോക്കിയതും പ്രസിഡന്റ് കൊളംബിയയിലെ ജനങ്ങളുടെ അടുത്ത് പാബ്ലോയെ പറ്റി ഇൻഫോർമേഷൻ പറഞ്ഞു തരുന്ന എല്ലാവർക്കും ഗവൺമെന്റ് $1.4 മില്യൺ സമ്മാനമായി നൽകുമെന്ന് പറയുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.